തിരുവനന്തപുരത്ത് ജി സുകുമാരൻ നായർക്കെതിരെ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. നരുവാമൂട് നടുക്കാട് 2299 നമ്പർ കരയോഗത്തിന് മുന്നിലാണ് ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. വിവരങ്ങളുമായി നമ്മോടൊപ്പം ചന്തു ചേരുന്നുണ്ട്. ചന്തു, NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ വീണ്ടും പ്രതിഷേധങ്ങൾ ഉയരുകയാണല്ലോ. ഇതിപ്പോൾ എവിടെയാണ് സംഭവം? ഉയർന്നിരിക്കുന്നത് നെടുവാമൂട് നടുക്കാട് 2299 നമ്പർ ചെത്തൂർക്കോണം വിദ്യാധിരാജ NSS കരയോഗ കാര്യാലയത്തിന് മുന്നിലാണ്. ഈ ഭാരവാഹികൾ തന്നെ സുകുമാരൻ നായർക്കെതിരെ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത്. ഈ ഫ്ലക്സ് ബോർഡിൽ പ്രധാനമായും പറയുന്നത് നായർ സമുദായത്തെ ഒറ്റുകൊടുത്ത സുകുമാരൻ നായർക്ക് ആദരാഞ്ജലികൾ എന്ന ഫ്ലക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ പത്തനംതിട്ടയിൽ ഒക്കെ ഉയർന്ന ബാനറുകൾക്ക് സമാനമായി തന്നെ ബാഹുബലിയെ കട്ടപ്പ പിന്നിൽ നിന്ന് കുത്തുന്ന ചിത്രം സഹിതമാണ് ഈ ഫ്ലക്സ് ബോർഡ് കരയോഗത്തിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ ഭാരവാഹികൾ തന്നെ ഈ ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കുകയായിരുന്നു. പത്തനംതിട്ടയിലൊക്കെ വ്യാപകമായ ഇത്തരത്തിൽ ബാനറുകൾ സ്ഥാപിക്കപ്പെടുന്നു. ജനറൽ സെക്രട്ടറിക്കെതിരെ പ്രതിഷേധമുണ്ടാകുന്നുണ്ട്. കടയന്നൂർ കരയോഗം ഒരു പരസ്യമായി തന്നെ രംഗത്ത് വരുന്നു. അങ്ങനത്തെ രാജി കരയോഗങ്ങളുണ്ടാകുന്നു. അതിന്റെ തുടരെയാണ് NSS അവരുടെ സമദൂര നിലപാട് ഉപദേശിച്ച് ഇടതുപക്ഷത്തേക്ക് ചായുകയും ചെയ്യുന്നു എന്ന വിമർശനങ്ങളുടെ ഭാഗമായി ഇത്തരത്തിൽ കരയോഗങ്ങളിൽ നിന്ന് പ്രതിഷേധങ്ങൾ ഉയർന്നത്. 5 ദിവസങ്ങളുടെ സമാനമായി തന്നെ കരയോഗങ്ങളിൽ നിന്ന് പ്രതിഷേധങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇത് കരയോഗത്തെ സംബന്ധിച്ചിടത്തോളം BJP UDF-നോട് ചായ്വുള്ള ഒത്തിരി കരയോഗങ്ങൾ NSS-ന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കരയോഗങ്ങളിൽ നിന്നൊക്കെ കൂടുതൽ വിമർശനങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നാളെ പെരുമയിൽ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം നൽകും. ആ വിശദീകരണത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതെന്നും ഇപ്പോൾ ഉള്ള NSS-ന്റെ നിലപാടെന്നും സുകുമാരൻ നായർ കൃത്യമായി വിശദീകരിക്കുകയും ചെയ്യും. പക്ഷേ കരയോഗങ്ങളുടെ ഭാഗത്തു നിന്ന് വരും ദിവസങ്ങളിലും പ്രതിഷേധം ഉയരാനാണ് സാധ്യത. ശരി ചന്തു, വ്യക്തമാണ്. വിവരങ്ങൾ നൽകിയത് ചന്തുവാണ്.